നമസ്കാരം. എന്താണ് ശരിക്കും പോട്ടയിലെ ആ ഫെഡറൽ ബാങ്കിൽ സംഭവിച്ചത്? ക്യാമറകൾ ബാങ്കുകളിലും റോഡിലും ഉണ്ടായിട്ട് എന്ത് കാര്യം? പട്ടാപ്പകൽ കവർച്ച നടന്നിട്ട് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ ആരെ കാണിക്കാനാണ് ഈ ക്യാമറകൾ? ഒരു പ്രൊഫഷണൽ മോഷ്ടാവ് അല്ലെന്ന് സ്ഥിരീകരിച്ച പോലീസിന് എന്തുകൊണ്ട് പ്രതിയെ പിടികൂടാൻ സാധിക്കുന്നില്ല? പോട്ട ചെറുപുഷ്പം പള്ളിയുടെ നേരെ എതിർവശത്താണ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ കവർച്ച നടന്നത്. ബാങ്ക് കൊള്ള നടന്നത് ഏറ്റവും തിരക്കുള്ള റോഡിൽ. 2 മുതൽ 2:30 വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ ഇടവേള. കൃത്യം 2:12 മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത്. ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിനു പിന്നിലായി സ്കൂട്ടർ നിർത്തിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറിയത്. 7 ജീവനക്കാരുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലായിരുന്നെന്ന് പോലീസ് പറയുന്നു. ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു. മറ്റ് 4 പേർ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. 2-2:30 മിനിറ്റിനുള്ളിൽ പ്രതി കവർച്ച നടത്തി. തൊട്ടടുത്ത കടയിലുള്ളവരും നാട്ടുകാരും വിവരമറിഞ്ഞതേയില്ല. മോഷ്ടാവ് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ട ശേഷം ബാങ്ക് ജീവനക്കാർ പുറത്തിറങ്ങി പറഞ്ഞപ്പോഴാണ് വിവരമറിയുന്നതെന്ന് അടുത്തുള്ള തയ്യൽ കടമയുടമ അഞ്ജു പറഞ്ഞു. അപ്പോഴേക്കും തൊട്ടടുത്ത സ്റ്റേഷനറി കടയിലും ചായക്കടയിലും ഉണ്ടായിരുന്നവർ ഓടിക്കൂടി. പെട്ടെന്ന് വാർത്ത നാട് മുഴുവൻ പരന്നു. നാട്ടുകാർ ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടി. അപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു. പോട്ട ചെറുപുഷ്പം പള്ളിക്ക് മുമ്പിൽ നിരവധി സ്ഥാപനങ്ങളുള്ള സ്ഥലത്താണ് ഫെഡറൽ ബാങ്കിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്നത്. ബാങ്കിന് മുന്നിലെ പാതയിലൂടെ നിരവധി വാഹനങ്ങളാണ് സ്ഥിരമായി കടന്നു പോകുന്നത്. അതിനാൽ സ്കൂട്ടറിലെത്തിയ ആളെ ആരും നിരീക്ഷിക്കാതെ പോയി. എന്നാൽ സംഭവം നടന്ന 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്ക് ആണെന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏക വിവരം. പ്രതിയുടെ വാഹനം പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്കമാലിയിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിട്ടുണ്ടോയെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആലുവ, പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ, സംഭവത്തിൽ മറ്റു ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സഹായമില്ലാതെ കൃത്യമായി ഇത്തരത്തിലൊരു മോഷണം നടത്താൻ സാധിക്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതി സംസ്ഥാനം തന്നെ വിട്ടുപോകാനുള്ള സാധ്യത പോലും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിനാൽ കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. 47 ലക്ഷം രൂപയാണ് കൗണ്ടറിൽ അടുക്കി വെച്ചിരുന്നത്. ഇതിൽ നിന്ന് നടുക്കായി ക്രമീകരിച്ച 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകൾ മാത്രമാണ് പ്രതി കൈക്കലാക്കിയത്. കവർച്ച നടത്തിയത് പ്രൊഫഷണൽ മോഷ്ടാവ് അല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. അതിനാൽ പ്രതിയിലേക്ക് എളുപ്പം എത്താൻ സാധിക്കുമെന്നും പോലീസ് കരുതുന്നു. കൂടുതൽ പണം എടുക്കാമായിരുന്നിട്ടും വെറും 15 ലക്ഷം മാത്രം കൈക്കലാക്കിയതിനാൽ പ്രതി പ്രത്യേക ലക്ഷ്യത്തോടെയാവാം കവർച്ച നടത്തിയതെന്നും പോലീസ് കരുതുന്നുണ്ട്. അതേസമയം പ്രതി ബാങ്കിനെ കുറിച്ച് നന്നായി പഠിച്ച് ആസൂത്രണം ചെയ്താണ് മോഷണം നടത്തിയത് എന്നാണ് കരുതുന്നത്. ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ് മോഷ്ടാവ്. അല്ലെങ്കിൽ പ്രവർത്തനം നിരീക്ഷിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ശാഖയിൽ സുരക്ഷാ ജീവനക്കാരില്ലെന്നതും തിരക്ക് കുറയുന്നതെപ്പോഴാണെന്നും കൃത്യമായി നിരീക്ഷിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. ക്യാഷ് കൗണ്ടറിന്റെ താക്കോൽ ഹിന്ദിയിലാണ് ഇയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത്. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണോ എന്ന സംശയമുണ്ട്. ഇയാൾ വന്ന സ്കൂട്ടർ മറ്റാരുടേതെങ്കിലും ആണോ എന്നും മോഷ്ടിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സ്കൂട്ടർ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലഭിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. പ്രധാന പാതയിൽ നിന്ന് ഇടറോഡ് വഴി ഇയാൾ രക്ഷപ്പെട്ടുവെന്നാണ് സംശയിക്കുന്നത്. കയ്യുറ ധരിച്ചിരുന്നതിനാൽ വിരലടയാളം കിട്ടാനുള്ള സാധ്യതയില്ല. നിരീക്ഷണ ക്യാമറകളിൽ പെട്ടെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ബാങ്കിലെയും ബാങ്കിന് പുറത്തെയും നിരീക്ഷണ ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിനും പ്രതിയെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.